അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് ഗിഫ്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു പേപ്പർ ബാഗാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ബോക്സിലൊക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ ബാഗിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാഗിന് 120 റുപ്പീസാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാഗാക്കി എടുക്കണം. ഇത് ഓൾറെഡി ഒരു പേപ്പറാണ്. ഇത് നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഇത് ബോക്സായി മാറുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നുള്ളത് ഓൾറെഡി ഇതിങ്ങനെ നമുക്ക് പേപ്പറൊക്കെ ഒന്ന് മടക്കിയ ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് ബാഗാക്കി മാറ്റേണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവം ഓൾറെഡി അവർ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ബാഗായിട്ട് സെറ്റായി വരും. ഓക്കെ, നമ്മളൊരു ഐഡിയ വെച്ച് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയി വന്നോളും. ഓക്കെ, പിന്നെ ഈ ഒരു ബാഗ് പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ലാവൻഡർ ഷെയ്ഡ് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കളറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഷോപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് അവർ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യണ കാരണം കൊണ്ട് ഇങ്ങനൊരു ബാഗ് ആക്കാത്തൊരു ഇതാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ബേസോടുകൂടി വരുന്നത്. ഇനി നമ്മളിത് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബാഗായിട്ട് സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഹെവി സാധനങ്ങളിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നാലും അത്യാവശ്യം ഫ്രെയിം ബാഗൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വെയിറ്റൊക്കെ ഇത് താങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെന്താ, ഇത് നമ്മൾ റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്വയർ ടൈപ്പിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബാഗ് ആവണമെന്ന് വെച്ചാൽ ഒരു വള്ളിയും കൂടെ വേണം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റൗണ്ട് സാധനം അടിയിലായിരുന്നു വരണ്ടേന്ന് തോന്നുന്നു. ആ വൈറ്റ് പോർഷൻ, ആ ഒരു പീച്ച് കളറ് മേലക്കുമായിരുന്നു വരണ്ടേന്ന് തോന്നുന്നു. ഇനി ഓൾറെഡി എന്തായാലും സെറ്റായി പോട്ടെ. ഓക്കെ, ഇനി ഇത് ബാഗാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ 4 സൈഡിലായിട്ട് ഓൾറെഡി ഹോളുണ്ട്, പഞ്ച് ചെയ്തിട്ടുള്ള ഹോളുണ്ട്. നമ്മളത് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പേഴ്സ്, ഡ്രസ്സ്, ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കണതിന് പകരം റോൾ ചെയ്തിട്ട് റിബണൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലുക്കായി മാറും, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെയിന് കൊടുത്തു കൊടുക്കാം. അപ്പോൾ ഈ ചെയിന് ഈ ഒരു കോപ്പർ, ഒരു ഗോൾഡൻ അങ്ങനത്തെ ഒരു കളറായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ലുക്ക് വരുന്നത് അതിലായിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ തൂക്കിയൊക്കെ പിടിക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. ബോക്സിന് ഒരു വെറൈറ്റി, അതായത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇതങ്ങനെ യൂസ് ചെയ്യാന്നുള്ളൂ. ഓക്കെ, പിന്നെ ബോക്സിൻ്റെ ഒക്കെ റേറ്റ് വരുന്നില്ല. ബോക്സ് ആകുമ്പോൾ ഒരു 350 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ടല്ലോ. ഇതാകുമ്പോൾ ഒരു 120 അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഇതുകൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ് റെഡി ആയിട്ടുള്ളത്. ഈ ഒരു സംഭവം ശരിക്കും ഇത് അടിയിലായിരുന്നു കേട്ടോ വരേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വെക്കാനുള്ളത് നമ്മൾ ഇഷ്ടത്തിന് വെക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു പേഴ്സ് വെക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേൻ്റെ ബോട്ടിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ബഞ്ച് വെക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ എന്തെങ്കിലും തെർമോക്കോളോ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം ഐറ്റംസ് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വേണം ഇതിൽ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തെർമോക്കോൾ പീസാക്കിയിട്ട് ഏതൊക്കെ സാധനങ്ങൾ ഹൈറ്റ് കുറവ് അതൊക്കെ ഒന്ന് എക്സ്പോസ് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ വേറൊരു ബാഗും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്യാണ്ട് ഓൾറെഡി ഉള്ള ഒരു ബാഗാണ്. അതിലും കൂടെ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതും ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറേ കളേഴ്സ് ഉണ്ട്. ഇത് 80 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ 80 രൂപയാണ് ഇതിന്. അപ്പോൾ
ഇതിലും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, ഫ്രെയിം, ഡ്രസ്സ്, ഈ വക ഐറ്റംസൊക്കെ തന്നെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ പല കളറുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്, പീച്ച്, എല്ലാ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി ഇത് ഇങ്ങനെ കവറായിട്ട് വരുന്നത് തന്നെയാണ്. ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്ന് ഉള്ളവർ അത് കമൻറ്റിൽ പറയുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.